സോ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സി ഡി ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഡിസ്പീസ് എടുത്തിട്ട് നമ്മുടെ TP-LINK ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രോമിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയലിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ടാവും. അപ്പോൾ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് കാണിക്കുമ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. നമുക്കത് ഓൾറെഡി ജസ്റ്റ് ഒരു മൗസ് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ലോഡിങ് വിൻഡോ നമുക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ PC റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിരിക്കും. ഇതെല്ലാ PCയും സപ്പോർട്ട് ആവുന്ന ഡോങ്കിളാണ്. അപ്പോൾ എന്താണ് നേരെ വന്നുകൊണ്ട് ഇത് ബോത്ത് 64 ബിറ്റും 32 ബിറ്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വിൻഡോ ക്ലോസ് ആയിട്ട് ഒന്നും കൂടി ഒരെണ്ണം വരുന്നതായിരിക്കും. സെർച്ചിങ് ഫോർ യുവർ ഡ്രൈവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്തിരി നേരം പിടിക്കും, ഒരു ദർജിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ വന്നോളും. നമ്മുടെ ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു സമയം പിടിക്കും, ഒരു 30 സെക്കൻഡ്സൊക്കെ പിടിക്കും, പെട്ടെന്നൊന്നും ആവില്ല. ഇപ്പം നിങ്ങൾ ക്രോമിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ CD ഇൻസ്റ്റേറ്റ് ചെയ്യണോ അല്ല എൻ്റെ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാർഡ് ഡ്രൈവ് ആയാലും കൊണ്ട് ഇത്തിരി സ്ലോ ആണ്. നിങ്ങളുടെ ഇപ്പോൾ SSD ആണെങ്കിൽ എന്തായാലും നല്ല ഫാസ്റ്റായിട്ട് കയറിക്കോളും, കാരണം ഹാർഡ് ഡ്രൈവിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഇത്തിരി കുറവാണ്. ഇപ്പം മിക്കവരും SSD ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ PCയിലും ഒരു SSD വെക്കണം, ഒരു 120 GB സാറ്റ് SSD. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ പതുക്കെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ സൈഡിലൊരു പെൻ ഡ്രൈവിൻ്റെ ഒരു ഇത് ടിക്ക് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വൈഫൈ പോയതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ Wi-Fi 1 ആണ് എടുക്കുന്നത്, സാധാ വൈഫൈ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ Wi-Fi 4ലേക്ക് സ്വിച്ച് ചെയ്യുക. കാരണം ഇത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്, കാരണം അതിനകത്ത് ഓൾറെഡി ഒരു ഡോങ്കിൾ പ്രൊവൈഡറാണ്. അപ്പോൾ ഞാൻ ഈ ഡോങ്കിൾ വെച്ച് ചെയ്യുമ്പോൾ Wi-Fi 4 എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പഴയ ഡോങ്കിൾ പോലെ സേവ് ആയിട്ടുണ്ടായിരിക്കില്ലായിരിക്കും. വോയിസ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോയ്സ് അപ്പോൾ നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ Wi-Fi കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഡ്രൈവർ എന്തായാലും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ Wi-Fi കണക്റ്റും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല, അത് Wi-Fi ജസ്റ്റ് ഒരു Wi-Fi ഡോങ്കിൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് ഭയങ്കര ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള പോലെ തന്നെ ചെയ്താൽ മതി. ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും നിങ്ങളുടെ PC അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കിയാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി വരും. സോ ഗൈസ്, ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.